സ്ഥലത്തിന് ഇങ്ങനെ ആക്കാം. ഇതാണ് ബ്രഷ് കട്ടർ വാങ്ങാനുള്ള കറക്റ്റ് ആയിട്ടുള്ള ടൈം. ഇപ്പൊ തന്നെ വാങ്ങിക്കോളൂ. മഴക്കാലം സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പുല്ലൊക്കെ മുളയ്ക്കും. സോ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്ന പൈസ കൊണ്ട് ബ്രഷ് കട്ടർ വാങ്ങിയിട്ട് വർഷം ഫുള്ളായിട്ട് പുല്ല് വെട്ടാന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാതെ തന്നെ കളയെടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് 75,000 രൂപ വരെയും നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതെങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ നിങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ തോട്ടത്തിലൊക്കെ ഒരുപാട് കളയൊക്കെ മുളച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മൾ എങ്ങനെ വെട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ആൾക്കൂലിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യും. അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് തന്നെയാണ് നഷ്ടം. സോ നമുക്ക് ആളെ കറക്റ്റ് ടൈമിന് കിട്ടില്ല. അങ്ങനെ കിട്ടിയാൽ തന്നെ ഒരു ആൾക്കൂലി അധികമായിട്ട് കൊടുക്കണം. അപ്പൊ ഇതിനൊക്കെ പരിഹാരമായിട്ട് ഒരു ബ്രഷ് കട്ടർ വാങ്ങാന്ന് വെച്ചാൽ എല്ലാവർക്കും ബ്രഷ് കട്ടർ അറിയാം. പക്ഷെ ഒരു ബ്രഷ് കട്ടർ എങ്ങനെ വാങ്ങണം, അല്ലെങ്കിൽ അത് എന്തൊക്കെ നോക്കി വാങ്ങണം ഇപ്പൊ പകുതി പേർക്കും ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ബ്രഷ് കട്ടർ നിങ്ങൾക്ക് എന്തൊക്കെ നോക്കി വാങ്ങണം, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ വാങ്ങാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണ്. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരാളെ കൊണ്ടുവന്ന് കളയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാകും, അല്ലെങ്കിൽ ഈ ബ്രഷ് കട്ടർ കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ചിലവാകുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണുക. കൂടാതെ MDM ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ തോട്ടത്തിലൊക്കെ ഒരുപാട് കളയൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രഷ് കട്ടർ അങ്ങനെയായിട്ട് നിങ്ങൾ കടയിൽ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ അവർ ആദ്യം ചെയ്തത് നിങ്ങൾക്ക് സൈഡ് പാക്ക് ബ്രഷ് കട്ടർ ആയിരിക്കും. കാരണം എല്ലാവർക്കും അറിയുന്നത് ഈ സൈഡ് പാക്ക് ബ്രഷ് കട്ടർ മാത്രമാണ്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഒത്തിരി ബ്രഷ് കട്ടേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള പുല്ലൊക്കെ വെട്ടണം, അല്ലെങ്കിൽ ഈ കളച്ചെടികളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ MDMൽ ബാക്ക് പാക്ക് ബ്രഷ് കട്ടർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ബാഗ് പോലെ ഇട്ടിട്ട് ഈസി ആയി തന്നെ പുല്ലൊക്കെ വെട്ടാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളിപ്പോൾ പശു ഫാമൊക്കെ വെച്ചിട്ടുണ്ട്, അതിനിപ്പോൾ പുല്ലൊക്കെ അരിഞ്ഞു കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സൈഡ് പാക്ക് ബ്രഷ് കട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ ഇടുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ബാഗ് പോലെ ഇട്ട് ബാക്ക് പാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടാണ് നമ്മുടെ MDMൽ ട്രോളി ബ്രഷ് കട്ടർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ MDMൽ നോക്കുന്നത് നമുക്ക് 3 ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ബ്രഷ് കട്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ 3 ബ്രഷ് കട്ടറിനെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിന്റെ എഞ്ചിനാണ്. എഞ്ചിനിൽ നോക്കുന്നത് വെച്ചാൽ 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് എന്നുണ്ട്. ഇപ്പൊ 2 സ്ട്രോക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫാം ഒക്കെ ഉണ്ട്, അതിന്റെ പുല്ലൊക്കെ വെട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 സ്ട്രോക്ക് എഞ്ചിൻ ആയിരിക്കും. 2 സ്ട്രോക്ക് എഞ്ചിനിലാകുമ്പോൾ നിങ്ങൾക്ക് പുല്ല് വെട്ടാം, അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ ചെടികൾ ശിഖരങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കുന്നത് വെച്ചാൽ 4 സ്ട്രോക്ക് എഞ്ചിൻ. ഈ 4 സ്ട്രോക്ക് എഞ്ചിൻ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ പുല്ലൊക്കെ വെട്ടണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ട്രോളി ബ്രഷ് കട്ടറിൽ വരുന്നത് 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ഈ 4 സ്ട്രോക്ക് എഞ്ചിൻ തന്നെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഹെവി ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിനും, അല്ല നോർമൽ ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്ട്രോക്ക് എഞ്ചിനും യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഹെവി ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 സ്ട്രോക്കും, അതുപോലെ തന്നെ ഈ നോർമൽ ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 4 സ്ട്രോക്ക് എഞ്ചിനും യൂസ് ചെയ്യാം. അടുത്ത് ഇതിന്റെ മൈലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂറിൽ വെറും 1 ലിറ്റർ പെട്രോൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. കൂടാതെ ഇതിന്റെ റോഡ് നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SS ലാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ തുരുമ്പ് പിടിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് ഡാമേജ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. നമ്മൾ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന റോഡാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതാണ് നമ്മുടെ ട്രിമ്മറിനെയും എഞ്ചിനെയും കണക്ട് ചെയ്യുന്ന റോഡ്. ഈ റോഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹെവി ആയിട്ടുള്ള 8 mm തിക്നെസ്സിലാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല, ലൈഫ് നന്നായി തന്നെ വരും. ഇപ്പൊ ഈ 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് ഒക്കെ പറഞ്ഞു. സോ ഇതിന്റെ വെയിറ്റ് ഒരുപാടായിരിക്കും എന്ന് വെച്ചാൽ നമുക്കിത് ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ ബാക്ക് പാക്ക് ബ്രഷ് കട്ടർ ഒക്കെ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൽ മാറ്റിയത് നമുക്കത് കുഷ്യനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ സൈഡ് പാക്കിൽ നോക്കുകയെന്ന് വെച്ചാൽ സോ ഇത് 2 സ്ട്രോക്ക് 4 സ്ട്രോക്ക് ഉണ്ട്. സോ ഇതിന്റെ വെയിറ്റ് ഒരുപാടായിരിക്കും എന്ന് വെച്ചാൽ നമുക്കിത് ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ബാക്ക് പാക്ക് ബ്രഷ് കട്ടർ ഒക്കെ നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഷോൾഡറിൽ മാറ്റുന്നത് നമ്മളത് കുഷ്യനിലാണ് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓട്ടിക്കൊണ്ടിരിക്കുന്ന കഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സൈഡ് പാക്ക് നോക്കുകയെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്കിൽ റോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതും നമ്മൾ കുഷ്യനിലാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. കൂടാതെ അത് മാത്രമല്ല, ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല, എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ട്രോളി നോക്കുകയെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത്. ഇതിൽ നമ്മൾ കൂടാതെ ഹെവി ആയിട്ടുള്ള ടയറാണ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ പുല്ലൊക്കെ വെട്ടുന്ന സമയത്ത് ഈസി ആയി തന്നെ ആർക്ക് വേണമെങ്കിലും തള്ളിക്കൊണ്ട് പോയിട്ട് ഈ ട്രോളി ബ്രഷ് കട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കുന്നത് അറ്റാച്ച്മെന്റ്. ഈ ബ്രഷ് കട്ടറിന് ആവശ്യമായ 5 അറ്റാച്ച്മെന്റ് നമ്മൾ ഈ മിഷീനൊപ്പം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കുന്നത് വെച്ചാൽ അലുമിനിയം റോപ്പ്, 2 ടീത്ത് ബ്ലേഡ്, 80 ടീത്ത് ബ്ലേഡ്, പാഡി ഗാർഡ്, നൈലോൺ റോപ്പ്, 50 mm. സോ ഈ ബ്രഷ് കട്ടറിനൊപ്പം ഈ 5 അറ്റാച്ച്മെന്റ് നമ്മൾ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ടൂൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ 2 സ്ട്രോക്ക് ബ്രഷ് കട്ടർ വാങ്ങുകയാണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ കുറച്ച് ഓയിൽ മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിന് വേണ്ട ബോട്ടിൽ നിങ്ങൾ തനിച്ച് വാങ്ങണമെന്ന് വെച്ചാൽ വേണ്ട, അത് നമ്മൾ ഈ മിഷീനൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഫേസ് മാസ്ക് ഇപ്പൊ നിങ്ങൾ ബ്രഷ് കട്ടറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഫേസ് മാസ്ക് നമ്മൾ മിഷീനൊപ്പം കൊടുക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ് ROI, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ നിങ്ങൾ 1 ഏക്കറൊക്കെ കളയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2 പേരെ വിളിക്കും. ഒരാൾക്ക് 800 രൂപ കൂലി കൊടുക്കുകയാണെങ്കിൽ 2 പേർക്ക് 1600 രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ബ്രഷ് കട്ടറിൽ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 1 മണിക്കൂറിൽ തന്നെ 1 ഏക്കർ കളയെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ 62 രൂപ ചിലവ് വരുന്നുണ്ട്. സോ നമ്മൾ 800 രൂപ
ഒരു ദിവസം കൂലി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 1 മണിക്കൂറിൽ 62 രൂപ ചിലവ് വരുന്നുണ്ട്. അത് നമ്മുടെ ബ്രഷ് കട്ടറിൽ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് 1 മണിക്കൂറിൽ 1 ലിറ്റർ പെട്രോളേ വരുള്ളൂ. 1 ലിറ്റർ പെട്രോളിന് ഇപ്പോൾ നോക്കുകയെന്ന് വെച്ചാൽ 110 രൂപ. സോ ഒരു 172 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറിൽ തന്നെ 1 ഏക്കർ കളയെടുക്കാൻ പറ്റും. അതേ ഇപ്പോൾ നമ്മൾ ആളെ വിളിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1200 രൂപ ചിലവാണ്. ഇതിൽ നിങ്ങൾക്ക് 600 രൂപയാണ് ലാഭം കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു ദിവസത്തെ കണക്കാണ് നോക്കിയത്. ഇതുവേ നമ്മൾ ഒരു വർഷത്തെ കണക്ക് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 75,000 മുതൽ 80,000 രൂപ വരെ ഈ കളയെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലാഭം കണ്ടെത്താൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ ബ്രഷ് കട്ടർ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആഡി സെയിൽ പ്രമാണിച്ച് 5000 രൂപ പ്രൈസ് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. സോ ഈ ഡിസ്കൗണ്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നില്ല. ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന വെറും 30 പേർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ. സോ ഈ ഓഫറിൽ ഈ ബ്രഷ് കട്ടർ ബുക്ക് ചെയ്യാനും ഈ ബ്രഷ് കട്ടറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും വേഗം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.